വീടിനടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ വന്നേക്കും കേട്ടോ. വെള്ളച്ചാട്ടമാണെന്നൊക്കെ പറഞ്ഞാൽ വെള്ളച്ചാട്ടമാണോ അതോ വല്ല ചാലുമാണോ എന്ന് കാണാം. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത്. അപ്പം ഞാനും അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. നമ്മൾ ഒന്ന് കണ്ടിട്ട് വരാം. വെള്ളച്ചാട്ടമാണോ നോക്കിയിട്ട് വരാം. ഗെയ്സ്, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറേ ആടിനെയൊക്കെ കണ്ടു കേട്ടോ. ഒരു ചേട്ടൻ അവിടെ ആടിനെ തീറ്റുമായിരുന്നു. എനിക്ക് ആടിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആടിനെയൊക്കെ കൊണ്ട് നടക്കാനൊക്കെ ഇഷ്ടമാണ്. ഗെയ്സ്, നമ്മളിവിടെ ചെറിയൊരു ചാലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണോ എന്ന് അറിയത്തില്ല. ഇനി ഇവരെന്നെ കാണിച്ചത് പറ്റിച്ചാണോ എന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഇവർ പറയുന്നത് ഇതിൻ്റെ താഴോട്ട് കുറച്ചുകൂടെ പോകണമെന്നാണ് പറയുന്നത്. ഞാൻ നടന്ന് മടുത്ത് കേട്ടോ. ഇത് ഇവിടുന്ന് കുറേ ഇറങ്ങി പോകാനുണ്ട്. ഇവിടുന്ന് അതുകൊണ്ട് ഗെയ്സ് ഇഷ്ടം പോലെ ചക്ക. നമ്മൾ ഇത്ര നാൾ ചക്ക തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ ആകെ നിറച്ച് ചക്കയാണ്. നല്ല തേങ്ങയും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടല്ലോ. അയ്യോ, അടിപൊളി മോനെ, നല്ല സൂപ്പർ. ഞാൻ ഓർത്ത ഇവർ വല്ല തോട് കാണിച്ചെന്നെ പറ്റിക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ അതല്ല കേട്ടോ, നല്ല സൂപ്പർ. നമ്മളെ അനൂപേട്ടൻ നമ്മളെ പറ്റിച്ചില്ല. നല്ല അടിപൊളി. അയ്യോ, ഇതിലെങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. അയ്യോ, നല്ല രസമുണ്ട്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. അനൂപേട്ടൻ എന്താ നമ്മളെ ഇട്ടിട്ട് വലിയ ആൾ കളിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര കുത്തൊഴുക്കാണ് കേട്ടോ. ഭയങ്കര ശക്തിക്കാണ് മേളിൽ നിന്ന് വെള്ളം വരുന്നത്. അയ്യോ, എന്നാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വെള്ളച്ചാട്ടം ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ കൊണ്ടുപോയത് തന്നെ. ഞാൻ തന്നെ പറ്റിക്കുമായിരിക്കുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് വെള്ളമാണെന്നറിയോ. അതിലൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ശക്തിയാണ് വെള്ളത്തിന്. ഗൈസ്, ഇത് വരുന്നത് നമ്മുടെ നീലേശ്വരം മാനൂരി വെള്ളച്ചാട്ടമാണ്. നമ്മൾ ചായോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. നമ്മൾ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു കാണാനും വെള്ളത്തിൽ ചാടാനും ഒക്കെ. പക്ഷെ സൂക്ഷിച്ചിട്ട് വേറെ വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ സേഫ്റ്റിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ആൾക്കാരൊന്നും അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും ഇവിടെ അങ്ങനെ കാണത്തില്ല. പിന്നെ അവിടെ നമ്മൾ ചെന്നപ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞു പിള്ളേരൊക്കെ കുറേ അതിൻ്റെ മണ്ടയിലൊക്കെ കയറി. അവരൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. എന്നാലും വരുന്നവർ നല്ല ശ്രദ്ധിക്കുക. നമുക്കിതിൻ്റെ കൂടെ മുകളിലോട്ടൊന്ന് പോകാൻ നോക്കാം കേട്ടോ. അതിലെ വഴിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിലെ കൂടെ ആൾക്കാർ കയറിപ്പോയാൽ മുമ്പ് അനുവട്ടം പറയുന്നുണ്ട് ഇതിലെ പോയാൽ അതിൻ്റെ മണ്ട ചെല്ലുമെന്ന്. അല്ല, നമുക്ക് സൂക്ഷിച്ചും കണ്ടൊന്ന് പോയി നോക്കാം അതിൻ്റെ മണ്ടകൾ എങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, ഇതേ നമ്മളിൻ്റെ മണ്ടയിൽ ഇങ്ങ് വന്ന് കേട്ടോ. അയ്യോ, അടിപൊളി സൂപ്പർ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നമ്മൾ അവിടെ നിന്ന് നോക്കിയല്ലോ കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ കുറേ പേരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. ഞാനാണെങ്കിൽ ഇങ്ങോട്ട് അമ്മയുടെ കാലും കൈയും പിടിച്ചാണ് കയറി വന്നത്. അമ്മ എനിക്ക് പെർമിഷനൊന്നും തന്നിട്ടില്ലേ. ഇവിടെ വരുന്നത് കൊള്ളാം. ഇതിൻ്റെ അകത്ത് ചാടാനൊന്നും പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ഇച്ച സോപ്പിട്ടിട്ട് വെള്ളത്തിലൊക്കെ ചാടി. ഞാനാണെങ്കിൽ ഇടാൻ ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല. തല നിർത്താനൊരു തോർത്ത് പോലും എടുത്തിട്ടില്ല. എന്നോട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാണ് വെള്ളത്തിൽ ചാടണമെന്ന്. ഞാൻ അവിടെ നിന്ന് ഏസൊക്കെ വെച്ച് വന്നു. അമ്മ ഉണ്ടോ? അമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അമ്മയോടെ നിന്ന് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലിറങ്ങുന്നതിന് ചെല്ലുമ്പോൾ കിട്ടും. പിള്ളേരാണെങ്കിൽ അവിടെ ഇപ്പോൾ നർമാരിക്കുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ടാണ് പേടി മതി. ഇതുങ്ങളെങ്ങാനും വന്ന് എൻ്റെ തലയിലോട്ട് വീഴുമെന്നായിരുന്നു എൻ്റെ പേടി. എന്നാലും അനുപേട്ടം കൊണ്ടുപോയി നല്ല അടിപൊളി സൂപ്പർ സ്ഥലത്താണ് കേട്ടോ. അതിൻ്റെ അകത്ത് ചാടിക്കോളാനൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. നീ അതിൻ്റെ അടിയിൽ കയറി നിൽക്ക്, വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കയറി നിൽക്കുക. എനിക്ക് പേടിയായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. പിന്നെ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് വഴക്കും പറയുന്നു കേട്ടോ. കയറി വന്നു പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്ക് വെള്ളം കണ്ടിട്ട് എനിക്ക് കയറി പോരാനും തോന്നുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് കയറി വന്നേക്കോ. ഒരു മല കയറാനുണ്ടായിരുന്നു. കുറേ കയറി വരണമായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ നിന്നു. പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മ കയറി പോന്നോളാൻ പറഞ്ഞു. അവിടെ നമ്മളിപ്പോൾ കയറിപ്പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഓക്കേ. ഇവിടെ ഒന്നും വന്നിട്ട് വെള്ളച്ചാട്ടം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വെള്ളമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആകെ പോയി നമ്മൾ അവിടെ പോയി കുറച്ച് വെള്ളമൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ വളഞ്ഞെങ്ങാനും അങ്ങനെയാണ് പോകുന്നത്. ആ ഒരു
മൂടൊക്കെ ആയിരുന്നു. ആ ഒരു നല്ല സെറ്റപ്പ് ആയിരുന്നു. എന്താണെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ്. എന്നാലും അനൂപേട്ടന് താങ്ക്സ്. എന്നാലും ഇതൊക്കെ ഒന്ന് കാണിച്ചല്ലോ, പറഞ്ഞ ഉടനെ ഓടി വന്നു കേട്ടോ. നല്ല മനുഷ്യ, പാവം.